കർക്കിടകപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വളരെ ഹെൽത്തിയും രുചികരവുമായിട്ടുള്ള ഈ കർക്കിടകപ്പൊടി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാം. പ്രസവരക്ഷാ മരുന്നുകളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ രുചികരമായിട്ട് തന്നെ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പറയാം. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മട്ട അവിലാണ്. മട്ട അവിൽ ഏകദേശം ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ കടലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ കടല നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. അതേപോലെ അവിൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അവിലും കടലയും ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എള്ളും കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വീട്ടിലുള്ളതിനനുസരിച്ചിട്ട് കുറച്ച് മാത്രം എടുത്താലും മതി. എള്ള് ഞാൻ 2 ഭാഗമായിട്ടാണ് ഇവിടെ വറുത്തെടുക്കുന്നത്. എള്ള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഒരുപാട് മണ്ണും അഴുക്കൊക്കെ ഉണ്ടാവും. വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് എള്ള്. അപ്പോൾ ഞാനൊരു കുറച്ച് കൂടുതൽ എടുത്തത് കൊണ്ട് തന്നെ 2 ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൊട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് ചെറിയ തീയിൽ വറുത്തെടുക്കുക. അതിന് ശേഷം എടുത്തിട്ടുള്ളത് മുത്താറിയാണ്. മുത്താറി ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 കപ്പ് മുത്താറിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നവര അരിയാണ്. നവര അരി ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ നവര അരിയാണല്ലോ വിരകി കൊടുക്കുന്നതൊക്കെ. ഭയങ്കര ഗുണമുള്ളതാണ്. അപ്പോൾ നവര അരിയും ഞാൻ അതേപോലെ തന്നെ 1 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 250 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും പിസ്തയും അതും 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ അളവ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ വീട്ടിലുള്ളത് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇത് വാൾനട്ടാണ്. വാൾനട്ട് ഒരു 250 ആണ് എടുക്കേണ്ടത്. പക്ഷേ ഒരു 200 ഗ്രാമൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ അത് തന്നെ എടുക്കാം. ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വീട്ടിലുള്ളതും കുറച്ച് സാധനം മാത്രമേ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇങ്ങനെ പൊടി തിന്നുമ്പം കടിക്കണമെന്ന് തോന്നുന്ന ഐറ്റംസ് മാത്രം കൂടുതൽ പൊടിച്ചെടുക്കേണ്ട ചെറിയ രീതിയിൽ. അപ്പോൾ ഞാൻ വാൽനട്ടും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചെറിയ രീതിയിൽ കടിക്കുന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ മുത്താറിയും നവരരിയും വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് അളവെടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ കയ്യിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓരോ ഐറ്റംസും ഓരോ ഭാഗമായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഇത് നമ്മൾക്ക് എല്ലിന് ബലം വെക്കാനും മുടി വളരാനും പിന്നെ കുട്ടികൾക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതും പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലൊക്കെ. അപ്പോൾ രക്തക്കുറവ് കൊണ്ടായിരിക്കും ആ ക്ഷീണം വരുന്നത്. അപ്പോൾ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നല്ല ഉന്മേഷം വരാനൊക്കെ കർക്കിടക മാസത്തിൽ ഈ ഒരു പൊടി കഴിക്കുന്നത് നല്ലതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 1 സ്പൂണും രാത്രി കിടക്കുന്നതിന് മുൻപ് 1 സ്പൂണും കഴിക്കാം. ഇനി വൈകുന്നേരം നിങ്ങൾക്ക് സ്നാക്കായിട്ട് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂണായിട്ടും കഴിക്കാം കേട്ടോ. കൂടുതൽ അളവ് എടുക്കേണ്ട. കാരണം എള്ള് നമ്മൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അളവ് കഴിക്കേണ്ട. കുട്ടികൾക്കാണെങ്കിൽ 1 നേരം മാത്രം കൊടുത്താൽ മതി കേട്ടോ. മുതിർന്നവർക്കാണെങ്കിൽ 2 നേരം 3 നേരമൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷേ അളവ് മാത്രം കുറച്ചൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ നമുക്കിത് സൂക്ഷിക്കാം. ഒരുപാട് ദിവസം നമുക്കിത് കേടാവാതെ നിൽക്കും കേട്ടോ. കാരണം വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ഉണക്കിയിട്ടുള്ളത്. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. അതുകൊണ്ട് കുറേ നാളിത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ മധുരം വേണമെങ്കിൽ മാത്രം അല്പം മധുരം ചേർക്കാം. പിന്നെ തേങ്ങ വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ടേക്ക് കെയർ. ബൈ.